നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു പ്രത്യേക മൈൻഡ് റീഡിംഗ് തൊടുകുറി വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു വരാൻ പോകുന്ന നേട്ടങ്ങൾ, വിജയങ്ങൾ, അനുഗ്രഹങ്ങൾ എന്നിവയെ കുറിച്ചാണ്. നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ 3 നമ്പറുകളാണുള്ളത്. 1, 2, 3 എന്നിങ്ങനെ വ്യത്യസ്ത 3 നമ്പറുകൾ. ഈ 3 നമ്പറുകളും പ്രദാനം ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള 3 എനർജിയെയാണ്. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. കണ്ണുകൾ അടയ്ക്കുക, നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക. നിങ്ങളുടെ ഹൃദയം ഏത് നമ്പറിലേക്ക് ആകർഷിക്കപ്പെടുന്നുവോ ആ നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. കണ്ണുകൾ പതിയെ തുറക്കുന്ന സമയത്ത് തുറന്ന് ഈ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടുന്ന നമ്പർ ഏതാണോ ആ നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തത് നമ്പർ 1 ആണെങ്കിലുള്ള ഫലത്തെക്കുറിച്ച് പറയാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ മാറ്റങ്ങൾ കടന്നു വരാനിരിക്കുകയാണ് എന്ന ശക്തമായ സൂചനയാണ് ഇവിടെ കാണുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിങ്ങൾ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിലൂടെയും തടസ്സങ്ങളിലൂടെയും കടന്നുപോയതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. എന്ത് തുടങ്ങാൻ നോക്കിയാലും വൈകിപ്പോകുന്ന അവസ്ഥയുണ്ടാകുന്നത്, ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുന്നത്, ചിലപ്പോൾ ആരോടും പറയാനാകാത്ത ഒരു വിഷമം പോലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഇനി ആ സമയം മാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് എനർജി പതുക്കെ അകന്നു പോകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഏറെ നാളായി കാത്തിരുന്ന ഒരു കാര്യത്തിൽ അനുകൂലമായ മറുപടി ലഭിക്കാനുള്ള സാധ്യത വളരെ ശക്തമാണ്. അത് ജോലി സംബന്ധമായിട്ടുള്ള ഒരു വാർത്തയായിരിക്കാം, സാമ്പത്തിക നേട്ടമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നുമുള്ള വാർത്തയായിരിക്കാം. ഇവിടെ ഏറ്റവും വ്യക്തമായി കാണുന്നത് ഒരു പുതിയ തുടക്കമാണ്. ജീവിതം വീണ്ടും തുടങ്ങാൻ ദൈവം നിങ്ങൾക്ക് ഒരു അവസരം നൽകുന്നത് പോലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇതുവരെ അടഞ്ഞുകിടന്ന വഴികൾ തുറക്കാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യമാകുന്ന സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളെ വില കുറച്ചു കണ്ട ചില ആളുകൾ ഇനി നിങ്ങളുടെ വളർച്ച കണ്ട് അതിശയിക്കേണ്ടി വരും. നിങ്ങളുടെ ഭാഗ്യം പതുക്കെ ഉയർന്നു വരുന്ന സമയം തുടങ്ങിക്കഴിഞ്ഞു. ഈ 1-ാം നമ്പർ തിരഞ്ഞെടുക്കുന്നവരിൽ പലർക്കും അടുത്ത ദിവസങ്ങളിൽ ഒരു നല്ല വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ഒരു ഫോൺ കോൾ ആയിരിക്കാം, ഒരു മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന ഒരു അവസരമായിരിക്കാം. ആ വാർത്ത നിങ്ങളുടെ മനസ്സിൽ വലിയ സന്തോഷവും ആത്മവിശ്വാസവും നൽകും. ഇനി മറ്റൊരു പ്രധാന കാര്യം, നിങ്ങളുടെ പ്രാർത്ഥനകൾ വെറുതെ ആയിട്ടില്ല. നിങ്ങൾ മനസ്സിൽ ഏറെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം ദൈവിക അനുഗ്രഹത്തോടെ പൂവണിയാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടരുത്. നല്ല ദിവസങ്ങൾ നിങ്ങളിലേക്ക് നടന്നു വരികയാണ്. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കോ വളരെ സന്തോഷം നൽകുന്ന ഒരു നേട്ടം ഉടൻ സംഭവിക്കാനിരിക്കുകയാണ് എന്ന ശക്തമായ സൂചനയാണ് ഇവിടെ കാണുന്നത്. പ്രത്യേകിച്ച് ജോലി, പഠനം, മത്സര പരീക്ഷകൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു വിജയം ഇവിടെ വ്യക്തമായി കാണുന്നുണ്ട്. ഒരുപാട് ദിവസങ്ങളായിട്ട് കാത്തിരുന്ന ഒരു റിസൾട്ട്, അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു അവസരം, അത് വളരെ അനുകൂലമായിട്ട് മാറുന്ന സമയം അടുത്തിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് കാണുന്നത് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയം എന്നതാണ്. നിങ്ങൾ കരുതിയതിലുപരി ഒരു സ്കോർ, മറ്റുള്ളവരെ പോലും അതിശയിപ്പിക്കുന്ന ഒരു നേട്ടം, അതിലൂടെ കുടുംബത്തിനും നിങ്ങൾക്കും വലിയ സന്തോഷം ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നീതിപൂർവമായ ഒരു തീരുമാനം നടക്കാനുള്ള സാധ്യതയും വളരെ ശക്തമാണ്. സർക്കാർ സംബന്ധമായ കാര്യങ്ങളായിരിക്കാം, ഒരു അപേക്ഷ, കേസ്, ഡോക്യുമെന്റ്, അല്ലെങ്കിൽ നീണ്ടുനിന്ന ഒരു പ്രശ്നം, അതിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധത്തിൽ കാര്യങ്ങൾ തീരാൻ പോവുകയാണ്. ഈ റീഡിംഗ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തടഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ വീണ്ടും നീങ്ങിത്തുടങ്ങും എന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ രീതിയിലായാലും ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ വ്യക്തമാണ്. അത് ഒരു തുടക്കമാകും. പിന്നീട് അതിലൂടെ തന്നെ കൂടുതൽ നല്ല അവസരങ്ങൾ തുറക്കുന്നതായിരിക്കും. ഇതുവരെ നിങ്ങളെ അലട്ടിയിരുന്ന ചില പ്രതിബന്ധങ്ങൾ പതുക്കെ മാറിത്തുടങ്ങും. പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദം കുറയുകയും മനസ്സിന് ഒരു സമാധാനം ലഭിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുകയാണ്.
ഇവിടെ മറ്റൊരു പ്രധാന കാര്യം നിങ്ങളുടെ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയും നിങ്ങളെ അതീവ ശക്തമാക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു പുതിയ ഊർജം നൽകുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ഒരിക്കലും നിർത്തരുത്. കൂടാതെ പുതിയൊരു സൗഹൃദം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. ആ ബന്ധം പിന്നീട് വളരെ ആഴമുള്ള ഒരു ബന്ധമായി മാറാൻ സാധ്യതയുണ്ട്. ചിലർക്കത് ആത്മാർത്ഥ സുഹൃത്ത് ബന്ധമായിരിക്കാം, ചിലർക്കത് ജീവിത പങ്കാളിയിലേക്കുള്ള ഒരു തുടക്കവുമാകാം. നിങ്ങൾ ഏറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള സാഹചര്യം ഉടനുണ്ടാകും. അത് വെറും ആഡംബരത്തിനല്ല, നിങ്ങൾക്ക് അത്യാവശ്യമായ ഒരു കാര്യം സ്വന്തമാക്കാൻ കഴിയുന്ന സന്തോഷം. ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് സംസാരത്തിലെ സൗമ്യതയും പരസ്പരം മനസ്സിലാക്കലും കൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്ന സമയം അടുത്തിരിക്കുകയാണ്. ചില തെറ്റിദ്ധാരണകൾ മാറി കുടുംബത്തിൽ സമാധാനം തിരികെ വരും. നിങ്ങളുടെ ജീവിതത്തിൽ കുറെ നാളുകളായിട്ട് നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾ, ചില മനസ്സിലുള്ള കല്ലുകടികൾ, ചില തെറ്റിദ്ധാരണകൾ, ഇതെല്ലാം ഇപ്പോൾ പതുക്കെ പരിഹാരത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ് ഇവിടെ കാണുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ സൗമ്യമായ പെരുമാറ്റവും ക്ഷമയോടെയുള്ള സമീപനവുമാണ് പല പ്രശ്നങ്ങളും തീർക്കാൻ കാരണമാകുന്നത്. ഇതുവരെ ചെറിയ കാര്യങ്ങൾ പോലും വലിയ തർക്കങ്ങളിലേക്ക് പോയിരുന്നെങ്കിൽ ഇനി നിങ്ങൾ അതിനെ കൂടുതൽ പക്വതയോടെ കൈകാര്യം ചെയ്യുന്ന സമയമാണ്. ഒരുപാട് വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളിൽ ഒരു മാറ്റം വരികയാണ്. എന്ത് സംഭവിച്ചാലും സമാധാനത്തോടെ നേരിടണം എന്നൊരു ചിന്ത നിങ്ങളിൽ ശക്തമാകുന്നു. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും അതിൻ്റെ തീവ്രത കുറച്ച് അവസാനിക്കാനുള്ള സാധ്യത കാണുന്നു. ജോലിസ്ഥലത്ത് ചില സമ്മർദ്ദങ്ങളും അഭിപ്രായ ഭിന്നതകളും ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് സഹപ്രവർത്തകർ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ജോലി പോലും നിങ്ങൾക്ക് തന്നെ ഏറ്റെടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകാം. അതുകൊണ്ട് ചില സമയങ്ങളിൽ എല്ലാ ഭാരവും എനിക്കാണോ എന്നൊരു തോന്നൽ വരെ വരാം. എന്നാൽ ഇവിടെ കാണുന്ന പ്രധാന കാര്യം നിങ്ങളുടെ ഉത്തരവാദിത്ത ബോധം തന്നെയാണ് പിന്നീട് നിങ്ങളെ ഉയർത്തുന്നത്. നിങ്ങൾ ചെയ്യുന്ന പരിശ്രമം വെറുതെ ആകില്ല. കൂടാതെ ഏറെ നാളുകളായിട്ട് നിങ്ങളെ അലട്ടിയിരുന്ന കടബാധ്യതകൾ കുറയുന്ന ഒരു സൂചനയും വളരെ വ്യക്തമാണ്. ചിലർക്കത് ലോണായിരിക്കാം, ചിലർക്കത് ചെറിയ സാമ്പത്തിക ബാധ്യതകളായിരിക്കാം. അതിൻ്റെ അവസാന ഇൻസ്റ്റാൾമെന്റ് വരെ അടച്ച് ഒരു വലിയ ഭാരം മനസ്സിൽ നിന്ന് ഇറങ്ങുന്ന അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് 1 എന്ന സംഖ്യയാണ്. ഈ സംഖ്യയ്ക്ക് വലിയൊരു ആത്മീയവും ഊർജപരവുമായ പ്രാധാന്യമുണ്ട്. ആരംഭത്തെ പ്രതിനിധീകരിക്കുന്ന സംഖ്യ, ധൈര്യത്തിന്റെ സംഖ്യ, സ്വന്തം വ്യക്തിത്വത്തെ ഉറപ്പിക്കുന്ന സംഖ്യ. അതുകൊണ്ട് തന്നെ ഒരു പ്രധാന സന്ദേശം ഇവിടെ ലഭിക്കുന്നുണ്ട്. ആരുടെയും മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ട സാഹചര്യം നിങ്ങൾ സ്വീകരിക്കരുത്. ആരുടെയും കാല് പിടിച്ച് കാര്യങ്ങൾ നേടാൻ ശ്രമിക്കേണ്ടതില്ല. നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കേണ്ട സമയം തന്നെയാണ് ഇത്. അതുപോലെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ഭയപ്പെടരുത്. നിങ്ങളുടെ സത്യസന്ധത ചിലർക്ക് ഇഷ്ടമാകാതിരിക്കാം. അതുകൊണ്ട് ചില വിരോധങ്ങളും ഉണ്ടാകാം. പ്രത്യേകിച്ച് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ചില ആളുകൾ അല്ലെങ്കിൽ വളരെ അടുത്ത ബന്ധുക്കൾ പോലും ചില സമയങ്ങളിൽ ശത്രുക്കളെ പോലെ പെരുമാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അതിനെ അധികം മനസ്സിൽ വെച്ച് തർക്കങ്ങളിലേക്ക് പോകാതിരിക്കുക. കാരണം അനാവശ്യ തർക്കങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് എനർജി നിറയ്ക്കും, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നത് തന്നെ വിജയമായിരിക്കും. ഇനി അതുപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന സൂചനയും ഇവിടെ കാണുന്നുണ്ട്. വീട്ടിലുള്ള മക്കളുടെ സ്വഭാവത്തിലും ജീവിതശൈലിയിലും കൂടുതൽ അച്ചടക്കം കൊണ്ടുവരണം എന്നൊരു ചിന്ത നിങ്ങളിൽ ശക്തമാകുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗം പോലുള്ള കാര്യങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കും. ആദ്യം അത് ചെറിയ എതിർപ്പുകൾ ഉണ്ടാക്കിയാലും പിന്നീട് അതിൻ്റെ ഗുണം വ്യക്തമായി കാണാൻ സാധിക്കും. കുടുംബത്തിൽ കൂടുതൽ ക്രമവും അച്ചടക്കവുമുള്ള അന്തരീക്ഷം രൂപപ്പെടും. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ഇവിടെ നല്ല സൂചനകളാണ് കാണുന്നത്. കുറെ നാളുകളായിട്ട് നിങ്ങളെ അലട്ടിയിരുന്ന ചില ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ഇപ്പോൾ ശരിയായ പരിശോധനയും ചികിത്സയും ലഭിക്കുന്ന സമയമാണ് വരുന്നത്. നിങ്ങൾ അതിനെ ഗൗരവമായി കാണാൻ തുടങ്ങും. അതിലൂടെ രോഗശമനത്തിനും ആരോഗ്യത്തിൽ നല്ല മാറ്റങ്ങൾ വരുന്നതിനും സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിനും ശരീരത്തിനും ഒരു പുതിയ ഉണർവ് ലഭിക്കുന്ന ഘട്ടത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ കടക്കാൻ പോകുന്നത്. നിങ്ങളുടെ സ്വഭാവത്തിൽ ചില പ്രത്യേകതകൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. സ്നേഹത്തെയും സൗന്ദര്യത്തെയും ഒരുപാട് വിലമതിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ.
മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടാലും ഉടനെ പുറത്തു പറഞ്ഞ് അവരെ വേദനിപ്പിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകില്ല. പല കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് സമാധാനത്തോടെ മുന്നോട്ടു പോകുന്ന സ്വഭാവം തന്നെയാണ് കൂടുതലായിട്ട് നിങ്ങളിൽ കാണുന്നത്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, അനീതി, അക്രമം, അധർമ്മം പോലുള്ള കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾ മിണ്ടാതിരിക്കില്ല. ആ സമയത്ത് ഒരു ചീറ്റപ്പുലിയെ പോലെ ശക്തമായി പ്രതികരിക്കുന്ന സ്വഭാവം നിങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും നിങ്ങളോട് ഒരു ബഹുമാനവും ചെറിയൊരു ഭയവും ഉണ്ടാകാറുണ്ട്. കുടുംബകാര്യങ്ങളിൽ നിങ്ങൾ വളരെ ഉത്തരവാദിത്വമുള്ള ആളുകളായിരിക്കും. ഭർത്താവായാലും ഭാര്യയായാലും കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹം ശക്തമായിരിക്കും. മക്കൾ നല്ല അനുസരണയോടെയും അച്ചടക്കത്തോടെയും വളരണമെന്ന് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കും. അതിനുവേണ്ടിയുള്ള പ്രയത്നവും നിങ്ങൾ ഒരിക്കലും കുറയ്ക്കില്ല. നിങ്ങൾ എവിടെ എത്തിയാലും ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വം നിങ്ങളിലുണ്ട്. നല്ല വ്യക്തിപ്രഭാവം, സംസാരത്തിൽ ആത്മവിശ്വാസം, പ്രവർത്തനത്തിൽ ഉത്തരവാദിത്വം, ഇതൊക്കെയാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. ഏതെങ്കിലും ചെറിയ കൂട്ടായ്മയിലോ സമൂഹത്തിലോ പോയാലും അവിടുത്തെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് ആളുകൾ നിങ്ങളെ തന്നെ തിരഞ്ഞെടുത്തേക്കും. കാരണം ആളുകൾക്ക് നിങ്ങളിൽ ഒരു ലീഡർഷിപ്പ് ഗുണം കാണാൻ സാധിക്കും. ജീവിതത്തിൽ പരാജയങ്ങൾ വന്നാലും അത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാത്ത ഒരു മനഃശക്തി നിങ്ങളിലുണ്ട്. വേദന ഉള്ളിൽ വച്ചുകൊണ്ട് പോലും പുഞ്ചിരിയോടെ മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്പർ 1 തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഈ റീഡിംഗ് നിങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് രേഖപ്പെടുത്തുക. അത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി കൂടുതൽ ശക്തമാക്കും. ഇനി അടുത്തതായിട്ട് നമ്പർ 2 തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് നമ്പർ 2 ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ ഭാഗ്യങ്ങളും നേട്ടങ്ങളും കടന്നു വരാനിരിക്കുന്ന ഒരു സമയത്തേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. ഈ നമ്പറിൽ ഏറ്റവും ശക്തമായി കാണുന്ന കാര്യം സൗഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കുന്നു എന്നതാണ്. ഇതുവരെ വൈകിയിരുന്ന പല കാര്യങ്ങളും ഇനി വളരെ വേഗത്തിൽ നടക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നല്ല സൂചനകൾ ഇവിടെ വ്യക്തമാണ്. വരുമാനം വർദ്ധിക്കുന്ന സാഹചര്യം, പുതിയ അവസരങ്ങൾ ലഭിക്കുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പണം കൈവരുന്നത് പോലുള്ള അനുഭവങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാം. നിങ്ങൾ ഏറെ പ്രയാസപ്പെട്ടിട്ടും നടക്കില്ലെന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ കൈവശമാകുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇത്രയും നാളായിട്ട് ശ്രമിച്ച കാര്യം ഇങ്ങനെ പെട്ടെന്ന് നടക്കുമോ എന്നൊരു അതിശയിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകാം. ഈ നമ്പർ തിരഞ്ഞെടുക്കുന്നവർക്ക് ഭാഗ്യം വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ കരുതുന്ന പല ആഗ്രഹങ്ങൾക്കും അനുകൂലമായ മറുപടികൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട നല്ല സൂചനകളും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ കുറെ നാളുകളായിട്ട് പ്ലാൻ ചെയ്തിരുന്ന ഒരു ദൂരയാത്ര അല്ലെങ്കിൽ ഒരു പ്രധാന ആവശ്യത്തിനായിട്ടുള്ള യാത്ര, അത് വളരെ മംഗളകരമായി നടക്കാൻ സാധ്യതയുണ്ട്. ആ യാത്ര നിങ്ങൾക്ക് സന്തോഷവും പുതിയ അവസരങ്ങളും നൽകുന്ന ഒന്നായിരിക്കും. ചിലർക്കത് തൊഴിൽ സംബന്ധമായിരിക്കാം, ചിലർക്കത് കുടുംബവുമായി ബന്ധപ്പെട്ട യാത്രയായിരിക്കാം, മറ്റു ചിലർക്കത് ആത്മീയ യാത്രയായിരിക്കാം. ഇവിടെ മറ്റൊരു പ്രധാന സൂചന വിവാഹ കാര്യങ്ങളെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏറെ സ്നേഹിക്കുന്ന ഒരാളുടെ ജീവിതത്തിലോ ഒരു വിവാഹ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാം. ഇതുവരെ ആശയക്കുഴപ്പത്തിൽ നിന്നിരുന്ന ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ വ്യക്തത ലഭിക്കും. വിവാഹാലോചനകൾ മുന്നോട്ടു പോവുക, 2 കുടുംബങ്ങളും സംസാരത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ നീണ്ടുനിന്ന കാര്യങ്ങൾ ഒടുവിൽ ഉറപ്പാക്കുക, ഇതുപോലുള്ള സന്തോഷകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. കൂടാതെ ഈ നമ്പർ തിരഞ്ഞെടുക്കുന്നവർക്കൊരു പ്രത്യേകത ആകർഷണ ശക്തി ഇപ്പോൾ വർദ്ധിക്കുന്ന സമയമാണ് എന്നതാണ്. നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരെ കൂടുതൽ സ്വാധീനിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ പുതിയ ബന്ധങ്ങളും നല്ല അവസരങ്ങളും ജീവിതത്തിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഇനി ഒരു പ്രധാന സന്ദേശം കൂടെ ഇവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ആത്മവിശ്വാസം കൈവിടരുത്. കാരണം ഈ ഘട്ടത്തിൽ നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാവിയെ വളരെ മനോഹരമായി മാറ്റാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നല്ല ചിന്തകളോടെ മുന്നോട്ട് പോവുക. ഭാഗ്യം ഇപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്ത ഈയൊരു നമ്പർ വളരെ ശക്തമായ നേട്ടങ്ങളുടെയും ഉയർച്ചകളുടെയും സൂചനകളാണ് നൽകുന്നത്. പ്രത്യേകിച്ച് ജീവിതത്തിലെ വലിയ പ്രാധാന്യമുള്ള ചില തീരുമാനങ്ങളും ഇടപാടുകളും ഈ സമയത്ത് നടക്കാനിടയുണ്ട്.
ഭൂമി, വീട്, സ്വത്ത്, ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കരാറിലേക്കോ ഇടപാടിലേക്കോ നിങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യത വളരെ വ്യക്തമാണ്. ആ ഇടപാടിൽ നിങ്ങൾ ഒപ്പുവയ്ക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായും ശുഭകരമായും മാറുകയും ചെയ്യും. ഇതുവരെ ആശങ്കയുണ്ടാക്കിയിരുന്ന കാര്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു അനുഭവമായി മാറും. കൂടാതെ വീട്ടില് ചില മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പൂജകള്, സത്കർമ്മങ്ങള്, കുടുംബ സംഗമങ്ങള്, സന്തോഷകരമായിട്ടുള്ള ചടങ്ങുകള്, ഇതുപോലുള്ള നല്ല ഊർജം നിറഞ്ഞ സാഹചര്യങ്ങൾ വീട്ടിൽ വർദ്ധിക്കും. ഈ സമയത്ത് നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നവരാണ്. ഈശ്വരവിശ്വാസം നിങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു. പ്രാർത്ഥനയോടുള്ള അടുപ്പം തന്നെയാണ് നിങ്ങളിൽ പുതിയൊരു ഊർജവും പ്രവർത്തനക്ഷമതയും നൽകുന്നത്. നിങ്ങൾ ഇപ്പോൾ വളരെ ആക്റ്റീവായ ഒരു വ്യക്തിയായി മാറുകയാണ്. ഏത് കാര്യവും ശക്തമായ ചിന്തയോടും വ്യക്തമായ തീരുമാനത്തോടും കൂടി സമീപിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോസിറ്റീവ് എനർജി ചുറ്റുപാടിലുള്ളവരെയും സ്വാധീനിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന ഒരാളായിട്ട് നിങ്ങളെ ഇവിടെ കാണിക്കുന്നു. സഹായം ആവശ്യമുള്ളവർ പലപ്പോഴും നിങ്ങളെ തേടിയെത്തും. പണം സംബന്ധമായ കാര്യങ്ങളായാലും മാനസിക പിന്തുണയായാലും ഒരു ഉപദേശം ആവശ്യമുള്ള സമയമായാലും നിങ്ങളെ വിശ്വസിച്ച് ആളുകൾ സമീപിക്കുന്ന സാഹചര്യം കൂടുതലായിരിക്കും. എന്നാൽ ഇവിടെ ഒരു മുന്നറിയിപ്പും കാണുന്നുണ്ട്. എല്ലാ ബന്ധങ്ങളെയും ഒരുപോലെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന നിങ്ങളുടെ സ്വഭാവം ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കാം. ചില ആളുകൾ നിങ്ങളെ അവരുടെ ആവശ്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കാം. സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും ചില റിലേഷൻഷിപ്പുകളിലും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ എല്ലാം മനസ്സുകൊണ്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അതിനെ ചിലപ്പോൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ആരെ എത്രമാത്രം വിശ്വസിക്കണം എന്ന കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ്. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്കും തീരുമാനങ്ങൾക്കും വില നൽകുന്ന ഒരാളാണ് നിങ്ങൾ. അവരുടെ സന്തോഷത്തിനായിട്ട് ജീവിതത്തിലെ ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം വരാം. പക്ഷേ അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് ഗുണകരമായി മാറും. അടുത്തതായിട്ട് താമസ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ചില മാനസിക ബുദ്ധിമുട്ടുകളും ഇവിടെ കാണുന്നുണ്ട്. സമീപവാസികളുടെ പെരുമാറ്റമോ അല്ലെങ്കിൽ ചുറ്റുപാടിലെ ചില അസൗകര്യങ്ങളോ നിങ്ങളെ മാനസികമായി അലട്ടിയേക്കാം. അവിടെ നിന്ന് മാറിപ്പോകണം എന്ന ചിന്ത പോലും നിങ്ങൾക്ക് വരാം. പക്ഷേ അതിനെക്കുറിച്ച് അധികം വിഷമിക്കേണ്ട സാഹചര്യമില്ല. ധർമ്മപ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും കുറച്ച് സമയം മാറ്റിവെക്കുന്നത് ഈ നെഗറ്റീവ് എനർജി കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. സമാധാനം പതുക്കെ ജീവിതത്തിലേക്ക് തിരികെ വരും. കുറെ വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ചിരുന്ന ഒരു ഭൂമിയുടെയോ വസ്തുവിന്റെയോ വില ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. അത് നിങ്ങളെ മാനസികമായി വളരെ സന്തോഷിപ്പിക്കും. ഇത്രനാൾ കാത്തിരുന്നത് വെറുതെ ആയില്ല എന്നൊരു തൃപ്തി നിങ്ങൾക്ക് ലഭിക്കും. അതേസമയം ഓരോ ദിവസവും നിങ്ങളുടെ ഉത്തരവാദിത്വവും ജോലിഭാരവും വർദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് പിന്നോട്ടു പോകുന്നില്ല. ആത്മവിശ്വാസത്തോടെ എല്ലാം ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്ന മനോഭാവം നിങ്ങളിലുണ്ട്. നിങ്ങളുടെ പങ്കാളിയുടെയോ വളരെ പ്രിയപ്പെട്ട ഒരാളുടെയോ ചില സ്വഭാവങ്ങൾ നിങ്ങളെ ഏറെ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം. പ്രത്യേകിച്ച് ദേഷ്യം വന്നാൽ സാധനങ്ങൾ വലിച്ചെറിയുക, ഉത്തരവാദിത്വ കുറവ് കാണിക്കുക, വീട്ടിൽ അനാവശ്യമായിട്ടുള്ള കലഹങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ നിങ്ങളെ മാനസികമായിട്ട് തളർത്തിയിരിക്കാം. പക്ഷെ ഇപ്പോൾ ആ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവർ ശ്രമിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ സമാധാനം പതുക്കെ തിരികെ വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ ക്ഷമാശീലമുള്ള ഒരാളാണ്. ആരോടും അനാവശ്യമായിട്ട് തട്ടിക്കയറാൻ നിങ്ങൾ ശ്രമിക്കില്ല. ശാന്തമായ സമീപനത്തിലൂടെയാണ് നിങ്ങൾ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ജീവിതത്തിൽ മുന്നേറണം എന്ന വലിയ ആഗ്രഹം നിങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും പഠിച്ചുകൊണ്ടും മുന്നേറിക്കൊണ്ടും ഇരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ പോലും കഴിയുന്നത്ര നിരീക്ഷണ ശേഷി നിങ്ങളിലുണ്ട്. സ്വാർത്ഥത വളരെ കുറവായ ഒരാളാണ് നിങ്ങൾ. അന്യരെ സഹായിക്കാനുള്ള മനസ്സ് നിങ്ങളെ കൂടുതൽ പ്രത്യേകതയുള്ള വ്യക്തിയാക്കുന്നു. അതിലുപരി അടിയുറച്ച ഈശ്വര വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. നിങ്ങളുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ തന്നെ നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവത്തിൽ ഏറ്റവും മനോഹരമായിട്ട് കാണുന്ന ഒരു കാര്യം അടിയുറച്ച ഈശ്വര വിശ്വാസമാണ്. ഏത് സാഹചര്യത്തിലായാലും ദൈവത്തെ വിട്ടുകളയാത്ത മനസ്സ് നിങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും ചെയ്യാനും മറ്റുള്ളവർക്ക് സഹായകമാകാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്പർ 2 തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയാനുള്ളത്.
ഇത് നിങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ, ഈ റീഡിംഗ് നിങ്ങൾക്ക് കൃത്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് രേഖപ്പെടുത്തുക. അത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി കൂടുതൽ ശക്തമാക്കും. ഇനി അടുത്തതായിട്ട് നമ്പർ 3 തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് നമ്പർ 3 ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന അനുഗ്രഹങ്ങളും വിജയങ്ങളും മാറ്റങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ നമ്പർ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തില് സ്നേഹത്തെ വിലയിരുത്തുന്ന കാര്യത്തിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും എന്നതാണ്. നിങ്ങൾ വിശ്വസിച്ച ആളുകളിൽ ചിലർ നിങ്ങളെ മനസ്സിലാക്കാതെ ഇരിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ നൽകിയ സ്നേഹത്തിന് തുല്യമായ വില നൽകാതിരിക്കുകയും ചെയ്തിരിക്കാം. അതുകൊണ്ട് തന്നെ പാസ്റ്റിലെ ചില അനുഭവങ്ങൾ നിങ്ങളെ മാനസികമായി വളരെ തളർത്തിയതായിട്ട് കാണുന്നുണ്ട്. ചില ഓർമ്മകൾ ഇന്നും മനസ്സിൽ മുറിവായി നിൽക്കുന്നു. എന്തിനാണ് ഞാൻ ഇത്രയും വിശ്വസിച്ചത് എന്നൊരു ചോദ്യം പലപ്പോഴും നിങ്ങളെ അലട്ടിയിട്ടുണ്ടാകാം. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന സന്ദേശം നിങ്ങൾക്ക് മുന്നിൽ ഒരു ബ്രൈറ്റായ ലൈഫ് കാത്തിരിക്കുന്നു എന്നതാണ്. ഇതുവരെ അനുഭവിച്ച വേദനകൾ നിങ്ങളുടെ ഭാവിയെ നിർണയിക്കില്ല, മറിച്ച് അത് നിങ്ങളെ കൂടുതൽ ശക്തനാക്കുന്ന ഒരു അനുഭവമാകും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമാണ്: സ്വയം കൂടുതൽ ശക്തമായി നിൽക്കാൻ പഠിക്കുക. മനസ്സിനെ തളരാൻ അനുവദിക്കരുത്. ജീവിതം നിങ്ങൾക്കായി ഇപ്പോഴും നല്ല അവസരങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കുറെ കാലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൺഫ്യൂഷനും ആശയക്കുഴപ്പവും കൂടുതലായിരുന്നു. പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിയതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറുന്ന സമയമാണ് എത്തുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കരിയർ, നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം, ഇതുവരെ ദൂരെയാണെന്ന് തോന്നിയ കാര്യങ്ങൾ ഇപ്പോൾ പതുക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിത്തുടങ്ങും. കുറെ നാളുകളായി എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല എന്നൊരു തോന്നൽ നിങ്ങളെ അലട്ടിയിരുന്നു. നല്ല സമയം വരാൻ കാത്തിരുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ഇനി ആ കാത്തിരിപ്പിന് അവസാനം വരികയാണ്. വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വിജയത്തിലേക്ക് എത്തുമെന്ന ശക്തമായ സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത്. അതേസമയം ഒരു കാര്യം, നിങ്ങൾ പല കാര്യങ്ങളും ഓർത്ത് അനാവശ്യമായിട്ട് അധികം ആകുലപ്പെടുന്ന ആളാണ്. ഭാവിയെക്കുറിച്ചുള്ള പേടിയും പഴയ ഓർമ്മകളിലെ വേദനയും നിങ്ങളെ പലപ്പോഴും തളർത്തുന്നു. പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല. ഈ സമയം നിങ്ങളോട് പറയുന്നത് ഈശ്വര വിശ്വാസം കൂടുതൽ ശക്തമാക്കുക എന്നതാണ്. മനസ്സിനെ ഏകാഗ്രമാക്കുക. പോസിറ്റീവ് ചിന്തകൾക്ക് കൂടുതൽ സ്ഥാനം നൽകുക. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ പഠിക്കണം. എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിൽ ആയിരിക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾ നടത്തിയ ശ്രമങ്ങൾ വെറുതെ ആയിട്ടില്ല. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം, നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്ത് സമയം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നു. അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ആ അവസരം ഞാൻ നഷ്ടപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ, ഇതുപോലുള്ള ചിന്തകൾ നിങ്ങളെ ഒരുപാട് അലട്ടുന്നുണ്ട്. ചിലപ്പോൾ ഒരു പ്രായശ്ചിത്തം പോലെ തന്നെ നിങ്ങൾ അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിലെ കുറെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, പക്ഷെ ആ സമയത്ത് ചെയ്യാനായില്ല എന്നൊരു വിഷമം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം: പാസ്റ്റ് തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല. ഭാവിയെ മനോഹരമാക്കാൻ ഇപ്പോഴും സമയം ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇനി പഴയ വേദനകളെ പിടിച്ചു നിർത്താതെ പുതിയ ജീവിതത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുക. നിങ്ങൾ കരുതുന്നതിലും മനോഹരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്ന സമയമാണിത്. നിങ്ങളുടെ ജീവിതത്തിലെ തൊഴിൽ സംബന്ധമായി ചില അനിഷ്ടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ചില തെറ്റിദ്ധാരണകൾ, ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇവിടെ ഏറ്റവും ശക്തമായി കാണുന്നത് നിങ്ങളുടെ അശ്രാന്ത പരിശ്രമമാണ്. നിങ്ങൾ എളുപ്പത്തിൽ തോൽവി സമ്മതിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ആ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന ഒരു ഭാവിയാണ് ഇവിടെ കാണുന്നത്. കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാം. നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനെക്കുറിച്ച് പലരിൽ നിന്നും പല അഭിപ്രായങ്ങളും കേൾക്കേണ്ടി വരാം. പക്ഷെ നിങ്ങൾ അതിനെ ശാന്തമായും ബുദ്ധിപൂർവമായും കൈകാര്യം ചെയ്യും. അവസാനം കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിലെ ചില തിരിച്ചറിവുകൾ ഇപ്പോൾ നിങ്ങളിൽ വളരെ ശക്തമായി വരുന്നുണ്ട്. ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഏതാണ് ശരിയായ വഴി? ഏത് സംരംഭം നിങ്ങളെ നഷ്ടത്തിലേക്ക് നയിക്കുന്നു? ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി മനസ്സിലാകുന്നു.
അതുകൊണ്ട് തന്നെ കൂടുതൽ നഷ്ടങ്ങൾ വരുന്നതിന് മുൻപ് ഒരു സംരംഭത്തിൽ നിന്നോ ഒരു പദ്ധതിയിൽ നിന്നോ നിങ്ങൾ പിന്മാറാനുള്ള തീരുമാനമെടുക്കും. ആ തീരുമാനം പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു നേട്ടമായി മാറും. കാരണം ഇതുവരെ നിങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭൂമി വാങ്ങണം, വീട് പണിയണം, അല്ലെങ്കിൽ സ്വന്തമായി ഒരു സുരക്ഷിത ജീവിതം നിർമ്മിക്കണം. ഇതുപോലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ ഏറെ നാളായിട്ട് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലഭിക്കുന്ന സൂചന ഈശ്വരാനുഗ്രഹത്തോടെ ആ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട് എന്നതാണ്. കുറച്ച് വൈകിയാലും നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ ധർമ്മപ്രവർത്തനങ്ങളും നല്ല മനസ്സും ഇവിടെ വലിയൊരു അനുഗ്രഹമായി കാണിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒരിക്കലും വെറുതെ ആകില്ല. അതിന്റെ ഫലം ജീവിതത്തിൽ പല വഴികളിലൂടെ നിങ്ങളിലേക്ക് തിരിച്ചെത്തും. സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ വരുമാനവും ചെലവും ഒരു ബാലൻസിൽ നിൽക്കുന്ന സമയമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചെങ്കിലും സമ്പാദിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകും. ഇത് നിങ്ങൾക്ക് മനസമാധാനവും ആത്മവിശ്വാസവും നൽകും. നിങ്ങൾ വളരെ പ്രാധാന്യത്തോടെ ഏറ്റെടുത്ത ചില പ്രവർത്തനങ്ങൾ അത് ഭാഗ്യം കൂടി ഒപ്പമുണ്ടായതുകൊണ്ട് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. മറ്റുള്ളവർ പോലും നിങ്ങളെ പ്രശംസിക്കുന്ന സാഹചര്യം ഉണ്ടാകും. നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വഭാവത്തിൽ വളരെ സൗമ്യനായ ആളാണ്. ശാന്തതയും കരുണയും നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. കൂടാതെ നിങ്ങൾ വളരെ റൊമാൻറ്റിക് സ്വഭാവമുള്ള ആളായിരിക്കാം. സങ്കല്പ ലോകത്തിൽ ജീവിക്കാനും മനോഹരമായിട്ടുള്ള ചിന്തകളിൽ മുഴുകാനും നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്. കല, സംഗീതം, സാഹിത്യം, സൃഷ്ടിപരമായ കാര്യങ്ങൾ എന്നിവയോട് ഒരു പ്രത്യേക ആകർഷണവും നിങ്ങൾക്കുണ്ടാകാം. ആത്മീയതയോടും ഈശ്വരവിശ്വാസത്തോടും വലിയ അടുപ്പമുള്ള ആളാണ് നിങ്ങൾ. ശാരീരിക ശക്തിയേക്കാൾ മാനസിക ശക്തിയാണ് നിങ്ങളെ കൂടുതൽ വ്യത്യസ്തനാക്കുന്നത്. പക്ഷെ ഒരു ചെറിയ ദോഷവശവും ഇവിടെ കാണുന്നുണ്ട്. നിസാര കാര്യങ്ങൾ പോലും ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കാറുണ്ട്. വേഗത്തിൽ വിഷമിക്കുകയും നിരാശപ്പെടുകയും ചെയ്യുന്ന സ്വഭാവം ചിലപ്പോൾ നിങ്ങളുടെ മുന്നേറ്റത്തെ ബാധിക്കാം. അത് കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ജീവിത വിജയം കൂടുതൽ പൂർണ്ണമായി കൈവരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾക്ക് പൂർണ്ണമായ ഏകാന്ത ജീവിതം ഇഷ്ടമല്ല. ജീവിതത്തിൽ ആരെങ്കിലും വഴികാട്ടിയും പിന്തുണയും നൽകണം എന്നൊരു ചിന്ത നിങ്ങളിലുണ്ട്. നിങ്ങളുടെ കഴിവും കരുത്തും മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ തിളങ്ങുന്നത്. ജീവിതത്തിലെ പരാജയങ്ങളെ നിങ്ങൾക്ക് വളരെ ഭയമാണ്. അതുകൊണ്ട് ഭാഗ്യ പരീക്ഷണങ്ങളിലോ കുറുക്കുവഴികളിലോ നിങ്ങൾ വിശ്വസിക്കാറില്ല എന്നതാണ് സത്യം. ജീവിതത്തിലെ പരാജയങ്ങളെ നിങ്ങൾക്ക് വളരെ ഭയമാണ്. അതുകൊണ്ട് ഭാഗ്യ പരീക്ഷണങ്ങളിലോ കുറുക്കുവഴികളിലോ നിങ്ങൾ വിശ്വസിക്കാറില്ല. കഠിനാധ്വാനത്തിലൂടെയും സത്യസന്ധമായ വഴികളിലൂടെയും മുന്നേറാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകളും അനുഭവങ്ങളും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ വലിയ താല്പര്യമുണ്ട്. കുടുംബത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ വന്നാലും അതിനെ കൂടുതൽ വഷളാക്കാതെ ശാന്തമായി പരിഹരിക്കാൻ കഴിയുന്ന കഴിവ് നിങ്ങളിലുണ്ട്. ഇനി വരുന്ന സമയത്ത് കഥകൾ, ആത്മീയ ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ എന്നിവ വായിക്കാനും മനസ്സിലാക്കാനും കൂടുതൽ താല്പര്യമുണ്ടാകും. അത് നിങ്ങളെ മാനസികമായി കൂടുതൽ ശക്തനാക്കും. ഒരു പ്രധാന സന്ദേശം കൂടി: നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വളരെ കൂടുതലായി ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം നിങ്ങൾ കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും എല്ലാവരിൽ നിന്നും ഒരേ രീതിയിൽ തിരിച്ചു കിട്ടണമെന്നില്ല. എന്നാലും നിങ്ങൾ ആളുകളോട് ആദരവോടെയും സ്നേഹത്തോടെയും പെരുമാറുന്ന വ്യക്തിയാണ്. ആരെങ്കിലും സഹായം ചോദിച്ചാൽ കഴിയുന്നത്ര നൽകാൻ നിങ്ങൾ ശ്രമിക്കും. ജീവിതത്തിലെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ വരുമാനം കണ്ടെത്താൻ കഴിയുന്ന മേഖലകളിലേക്ക് നിങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അനുഭവങ്ങൾ നിങ്ങളെ കൂടുതൽ പക്വതയുള്ളവനും ശക്തനുമായി മാറ്റും. അവസാനമായി നിങ്ങളുടെ ജീവിതത്തിലെ വിജയം സുനിശ്ചിതമാണ് എന്നത് തിരിച്ചറിയുക. കുറച്ച് വൈകിയാലും നിങ്ങൾക്ക് ലഭിക്കേണ്ടത് നിങ്ങളെ തേടിയെത്തും എന്നത് തീർച്ചയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്പർ 3 തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഓം ഗംഗ് ഗണപതിയെ നമഃ എന്ന് രേഖപ്പെടുത്തുക. അത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. നന്ദി.